ബംഗ്ലാദേശിന് വിശക്കുന്നു. മുഹമ്മദ് യൂനസ് ഒരു പിച്ചപാത്രവുമായി നരേന്ദ്രമോദിക്ക് കത്തയച്ചിരിക്കുക. ഞങ്ങളുടെ ആളുകൾക്ക് വിശപ്പാണ്, അരി വേണം, 50,000 ടൺ അരി ഉടനെ തരണം. ഇപ്പോൾ ഒരു ടണ്ണിന് ഇന്ത്യ അരി കൊടുക്കുന്നുണ്ട്, കച്ചവടം നടക്കുന്നുണ്ട്. ഒരു ടണ്ണിന് $456.67 നമ്മൾ വാങ്ങുന്നത്. അത് പറ്റത്തില്ല, അതിനുള്ള കാശില്ല. ഞങ്ങൾക്ക് സബ്സിഡി നിരക്കിൽ, ഇന്ത്യയിലെ പാവങ്ങൾക്ക് കൊടുക്കുന്ന സബ്സിഡി നിരക്കിൽ അരി വേണം. ഇത് വാങ്ങിച്ച് തിന്നിട്ട് അവിടുത്തെ പാവപ്പെട്ട ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ബുദ്ധമതക്കാരെയൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ടായിരിക്കും ഈ പിച്ചകൾ ഇപ്പോൾ പിച്ചച്ചട്ടിയുമായി വന്നിരിക്കുന്നത്. അല്ല, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക എന്നത് ഇന്ത്യയുടെ ഒരു ധർമ്മമാണ്. ഇന്ത്യ എന്നല്ല, പക്ഷെ ഇത് കഴിച്ചിട്ട് ഇവൻ്റെ എല്ലാം കയറുമല്ലോ. മാനവധർമ്മമാണ്. നമ്മൾ ഇന്ത്യ ഈ അഭ്യർത്ഥന ഒരുപക്ഷെ നരേന്ദ്രമോദി ഗവൺമെൻറ് സ്വീകരിച്ചേക്കുമെന്നാണ്. സബ്സിഡി കൊടുക്കാൻ സാധ്യത കുറവാണ്. ഒരു മാർക്കറ്റ് റേറ്റിന് കൊടുക്കാം എന്നൊരു ഓഫർ വയ്ക്കും. വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക എന്നത്. അല്ല, ഇവന് നമ്മൾ എന്തൊക്കെ കൊടുക്കുന്നുണ്ട്? ഇവന് വെള്ളം കൊടുക്കുന്ന നമ്മളാണ്. അതെ അതെ. കറണ്ട് കൊടുക്കുന്ന നമ്മളാണ്, അദാനിയാണ്. അതെ അതെ. അദാനിക്ക് കാശും കൊടുക്കുന്നില്ല. ഇനിയിപ്പോൾ തിന്നാൻ കൂടെ നമ്മൾ കൊടുക്കണം. അപ്പോൾ നമ്മുടെ വെള്ളം കുടിച്ച്, നമ്മുടെ ഭക്ഷ്യവസ്തുക്കൾ കഴിച്ച്, നമ്മുടെ വൈദ്യുതി ഉപയോഗിച്ച് ജീവിക്കുന്ന ഈ പന്നികൾ അത് കഴിഞ്ഞിട്ട് ആയുധവും എടുത്ത് അവിടുത്തെ മനുഷ്യനെ, ന്യൂനപക്ഷങ്ങളെ, ഹിന്ദുക്കളെ കൊല്ലുകയാണ്. ഇവിടെ ഇത് കൊടുക്കണമെന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിൽ ഇവിടെ ഒരുപാട് പേര് ഗസയിലേക്ക് നോക്കൂ എന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ചല്ലോ. ബംഗ്ലാദേശിലേക്ക് നോക്കാൻ ആരും ഒന്നും പറയുന്നില്ല. നമ്മുടെ നാട്ടിലെ ഒരു ഇടതുപക്ഷ സംഘടനയും, ഒരു മനുഷ്യാവകാശ സംഘടനയും, ഒരു മുസ്ലിം സംഘടനയും അവിടുത്തെ ഹിന്ദുക്കളെ കൊല്ലുന്നത് തെറ്റാണെന്ന് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. പ്രിയങ്ക ഗാന്ധി ഒരു സഞ്ചിയും ബംഗ്ലാദേശിൻ്റെ പേരിൽ അണിഞ്ഞും കൊണ്ട് പാർലമെന്റിൽ പോയില്ല. വന്നു ഒരു ദിവസം വന്നു. ബംഗ്ലാദേശിന്റെ പിറ്റേ ദിവസം ആദ്യം പലസ്തീൻ വെച്ച് കുളമായി കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം വേറെ സഞ്ചി തൂക്കി. അത് ബംഗ്ലാദേശായിരുന്നു. ഇല്ലെന്ന് പറയാൻ പാടില്ല. കാരണം അവർ ഈ പലസ്തീൻ സഞ്ചി തൂക്കിയ ദിവസം രാഷ്ട്രീയമായി അവരുടെ പരാജയ ദിവസമാണ്. കാരണം സർജിക്കൽ സ്ട്രൈക്കിൻ്റെയൊക്കെ പേരിൽ മേനി പറയുന്ന മോദിയെ അടിച്ചിരുത്താൻ പറ്റുമായിരുന്നു. 71-ൽ ഈ പാകിസ്ഥാനിൽ നിങ്ങൾ സർജിക്കൽ സ്ട്രൈക്കല്ലേ നടത്തിയുള്ളൂ. 71-ൽ ഞങ്ങൾ പാകിസ്ഥാനെ മുറിച്ചവരാണ് എന്ന് പറഞ്ഞ് കൊണ്ടാടാൻ പറ്റുന്ന, ഉത്തരം മുട്ടിക്കാൻ പറ്റുന്നൊരു ദിവസം അവരിത് ഓർമ്മയില്ലാതെ മറ്റേ സഞ്ചിയും തൂക്കിക്കൊണ്ടുവന്നു. അപ്പോൾ മുൻ മന്ത്രി അത് സ്വാഗതം ചെയ്തു. അത് മാത്രമല്ല സാർ, ഇതിന് വേറെ ദിവസം കൂടി ഉണ്ടായിരുന്നു. അവരുടെ ഈ സഞ്ചിയിലുണ്ടായിരുന്ന എംബ്ലം ഉണ്ടല്ലോ, ദ റിവർ ടു ദ സീ എന്ന് പറഞ്ഞുള്ള ഒരു പലസ്തീൻ ഭീകരവാദികളുടെ മുദ്രാവാക്യമുണ്ട്. അതായത് ജോർദാൻ നദി മുതൽ കടൽ വരെയുള്ള അത്രയും ഭൂഭാഗം ഞങ്ങളുടെയാണ്, അവരെ വാഷ് ഔട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ജൂതന്മാരെ കൊല്ലണം, ഇസ്രായേലിനെ ഇല്ലാതാക്കണം എന്ന് പറയുന്ന മുദ്രാവാക്യത്തിൻ്റെ ലോഗോയായിരുന്നു ആ ബാഗിലുണ്ടായിരുന്നു. തണ്ണീർമത്തൻ്റെ ഒരു പടം അല്ലല്ല, അതിൻ്റെ താഴെ വേറെ ഒരു നദി ഇങ്ങനെ ഒഴുകുന്ന പോലെയുള്ള ഒരു ചിത്രമുണ്ട്. ഇതാണ് ദ റിവർ ടു ദ സീ. അത് ജൂതവിരുദ്ധമാണ്, ഇസ്രായേൽ വിരുദ്ധമാണ്. മുഴുവൻ ജൂതന്മാരെയും കൊല്ലണം എന്ന് പറയുന്ന ആ വംശഹത്യാവാദത്തിൻ്റെ ലോഗോ ആയിരുന്നു ആ ബാഗിലുണ്ട്. അതും ഈ പാവപ്പെട്ട സ്ത്രീക്ക് അറിഞ്ഞുകൂടായിരുന്നിരിക്കാം. അല്ല, രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും എന്താണ് ചെയ്യുന്നത്, അതിൻ്റെ മീനിങ് എന്താണെന്നും ഒന്നും അറിയില്ല. ഓരോന്ന് ചെയ്ത് കൂട്ടുകയാണ്, ആരെങ്കിലും പറഞ്ഞു. അല്ല, നമ്മുടെ ഈ വിഷയത്തിലേക്ക് വന്ന ബംഗ്ലാദേശിൻ്റെ കാര്യം പറയുമ്പോൾ ഈ ഇന്ത്യ അരി കൊടുത്ത സംഭവം വേറൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അരാക്കൻ ആർമി, മ്യാൻമറിലെ ബുദ്ധമത സേന, അവരിപ്പോൾ ബംഗ്ലാദേശിൻ്റെ പല പ്രദേശങ്ങളും ആക്രമിച്ച് പിടിച്ചെടുത്തുകൊണ്ടിരിക്കുക. അവർക്ക് ഡിസംബർ 13 ഇന്ത്യ അരി കൊടുത്തായിരുന്നു. അവിടെ ഒരു തുറമുഖം ഇന്ത്യയുടെ കയ്യിലുണ്ട്. ഈ അറാഖൈൻ മേഖലയിലുള്ള ഒരു തുറമുഖം ഇന്ത്യയുടെ ഓപ്പറേഷൻസാണ്. അപ്പോൾ 2200 ടൺ അരി അവിടെ കപ്പൽ മാർഗം നമ്മൾ എത്തിച്ചിരുന്നു ഡിസംബർ 13-ന് നമ്മൾ ഈ കപ്പൽ മാർഗം അരി എത്തിച്ചു. 15-ാം തീയതി അരാക്കൻ ആർമി ബംഗ്ലാദേശിനെ ആക്രമിച്ചു. അപ്പോൾ ചിലരൊക്കെ പറയുന്നുണ്ട് അരി കൊടുത്തതിൻ്റെ നന്ദിയാണോ, ഈ അരിയുടെ കൂടെ നമ്മൾ വല്ല ആയുധങ്ങളും കൊടുത്തായിരുന്നോ എന്നൊക്കെ സംശയിക്കുന്ന ആളുകളുണ്ട്. അതൊന്നും പറയാൻ നമ്മളാളല്ല. അതെ സംഭവിച്ചിരിക്കാം. അതൊരു ഡിപ്ലോമസി. നമ്മൾ പക്ഷേ ശരിയായ ഒരു നയതന്ത്ര രീതിയിലാണ് പോയത്. നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി ഡാക്കയിൽ പോയി ബംഗ്ലാദേശിലെ ഭരണാധികാരികളുമായിട്ട് നേരിട്ട് സംസാരിച്ചു. അപ്പോഴൊക്കെ അവരുടെ നിലപാട് ഇത് ബംഗ്ലാദേശിൻ്റെ ആഭ്യന്തര കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ വിശപ്പ് അവരുടെ ആഭ്യന്തര കാര്യമായി അവർക്ക് എടുത്തുകൂടെ? അതെ, വിശപ്പ് അവരുടെ ആഭ്യന്തര കാര്യമാണ്. വളരെ ഫലഭൂയിഷ്ടമായ രാജ്യമാണ് ബംഗ്ലാദേശ്. അത് വേറെ ഒരുപാട് വീഡിയോകളുണ്ട്. പല ടോക്കിലും നമ്മൾ ആ വീഡിയോകളുടെ ക്രൂരതയെക്കുറിച്ച് പറയുന്നുണ്ട്. വേറൊരു വീഡിയോ കണ്ടത് ഹിന്ദുക്കളുടെ കൃഷിഭൂമികൾ മുഴുവൻ നശിക്കുകയാണ്. വാഴയും തെങ്ങും മറ്റ് ചോളവും ഒക്കെ കത്തിക്കുന്നു, ഗോതമ്പ് പാടങ്ങൾ കത്തിക്കുന്നു. ഉള്ളത് കത്തിച്ച് കളഞ്ഞിട്ടാണ് ഈ പന്നികൾ, ഞാൻ വീണ്ടും അതേ വാക്കാ പറയുന്നത്, അവർ വന്നിട്ട് ഇന്ത്യയുടെ മുന്നിൽ കൈ നീട്ടുന്നത്. അതെ
അതിനകത്തൊരു ചരിത്രപരമായ വൈരുദ്ധ്യമുണ്ട്. ഈ ഒരുപാട് മലയാളികളടക്കം ധാരാളം പേർ അവിടെ ചെറുതും വലുതുമായ ബിസിനസ്സിൽ ഏർപ്പെട്ടിരുന്നു. ഈ കലാപത്തെ തുടർന്ന് അവർ പലരും തിരിച്ചു പോരുന്നു. ബംഗാളിൽ നിന്നൊക്കെ പോയ ധാരാളം ആളുകൾ കൊല്ലപ്പെട്ടു. അതിൻ്റെയൊക്കെ ചിത്രങ്ങൾ ഒരു ബിസിനസ്സുകാരൻ്റെ മൃതദേഹം വലിച്ചഴയ്ക്കുന്നതൊക്കെ ഉണ്ട്. അതെല്ലാം ഈ മതത്തിൻ്റെ പേരിൽ നടന്ന ക്രൂരതകളായിരുന്നു. അതുകൊണ്ടാണ് മമത പോലും തള്ളി പറയേണ്ടി വന്നത്. മമതയ്ക്ക് വലിയ പ്രഷർ വന്നു. അതെ, അല്ലെങ്കിൽ മമത ഇസ്ലാമിക ക്രൂരതയ്ക്കെതിരെ ഒന്നും പറയാത്ത ആളാണ്. അപ്പോൾ അവർക്ക് ആ ബംഗാളി വികാരം അവരെ പ്രകോപിതയാക്കി. പക്ഷേ ഇപ്പോൾ ഇത് ഒരു തന്ത്രമായിരിക്കും. ഒരുപക്ഷെ ഇന്ത്യ എന്ത് നിലപാടെടുക്കുമെന്ന് ഉള്ള ഒരു പരിശോധന കൂടിയായിരിക്കില്ലേ മുഹമ്മദ് യൂനുസ് ഉപദേശകൻ എന്ന നിലയിൽ അദ്ദേഹം അതും ആലോചിക്കുന്നു. ഇന്ത്യ ഈ ആപത്ഘട്ടത്തിൽ നമ്മളോട് എന്ത് സമീപനം സ്വീകരിക്കും? ശത്രുതയാണോ? മിത്രഭാവം എത്രത്തോളം ഉണ്ടെന്നൊക്കെ അളക്കാൻ അയാൾ വേറൊന്നും ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഷഹബാസ് ഷെരീഫുമായിട്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിട്ട് ചർച്ച നടത്തി നമുക്കെല്ലാം ഒന്നിച്ചു പോകാമെന്ന് പറഞ്ഞു. പക്ഷേ ഇതുവരെ ഷേഖ് ഹസീനയുടെ കാലം വരെ ഉണ്ടായിരുന്ന നിലപാട് 1971 ബംഗ്ലാദേശ് ആർമി ബംഗ്ലാദേശ് യുദ്ധം നടക്കുമ്പോൾ അന്ന് പാകിസ്ഥാൻ ആർമി അവിടെ നൂറുകണക്കിന് ആയിരക്കണക്കിന് സ്ത്രീകളെ കൊല്ലുകയും ബലാത്സംഗം ചെയ്യുകയും ചെയ്തു. അതൊരു നാഷണൽ മുറിവായിട്ടാണ് അവർ കാണുന്നത്. അതുകൊണ്ട് ബംഗ്ലാദേശുമായി പാകിസ്ഥാനുമായി ഇനി ബംഗ്ലാദേശ് സംസാരിക്കണമെങ്കിൽ 71 കൂട്ട ബലാത്സംഗത്തിനും കൂട്ട കൊലയ്ക്കും പരസ്യമായി പാകിസ്ഥാൻ മാപ്പ് പറയണം എന്നൊരു നിലപാട് എക്കാലത്തും ബംഗ്ലാദേശിനുണ്ടായിരുന്നു. അത് നടക്കാതെയാണ് ഇപ്പോൾ മുഹമ്മദ് യൂനുസ് ഷഹബാസ് ഷെരീഫുമായി ഇന്നലെ ചർച്ച നടത്തിയത്. എന്നാൽ പിന്നെ ഇയാൾക്ക് പാകിസ്ഥാനോട് ചോദിച്ചാൽ പോരെ? അവിടെ ഇല്ലല്ലോ അല്ലേ? അവിടെ ഇപ്പോൾ ഇടയ്ക്ക് ഗോതമ്പ് കൊടുക്കുന്നത് നമ്മളാണ്. അത് അല്ല, പാകിസ്ഥാനും പിച്ചച്ചട്ടി എടുത്തിരിക്കുന്ന കാലം. പാകിസ്ഥാൻ പിച്ചക്കാരെ കയറ്റി അയക്കുകയാണ്. സൗദി പറഞ്ഞു നിങ്ങളുടെ ആളുകൾ പിച്ച കണ്ടാൽ പറ്റുന്നത് എല്ലാത്തിനും ഫ്ലൈറ്റൊക്കെ കയറ്റി തിരിച്ചയച്ചു. കാരണം സൗദി അറേബ്യ ചെല്ലുമ്പോൾ വഴിയിലൊക്കെ ഇരുന്നിട്ട് ഇവന്മാർ അറബി വേഷം ധരിച്ചിട്ട് ചട്ടിയായിട്ടിരിക്കുകയാണ്. കാണുന്നവരോർക്കും സൗദികൾ പിച്ച നിന്ന് കാണുന്നത്. അവർക്കതിൻ്റെ കാര്യമൊന്നുമില്ല. അവർ പിടിച്ച് കയറ്റി പ്ലെയിനെ കയറ്റി തിരിച്ചയച്ചു. അല്ല, ഇപ്പോൾ ബംഗ്ലാദേശിനും ഇതിലും ഈ തരം ബഗേഴ്സ് വർദ്ധിക്കുകയാണ്. അപ്പോൾ ഈ സന്ദർഭത്തിലാണ് ഇങ്ങനെ ഒരു മുഹമ്മദ് യൂനുസ് ഒരു ബഗറായിട്ട് വെക്കുന്നത്. അപ്പോൾ ഇന്ത്യ ഇന്ത്യ ഈ ഡാക്കയ്ക്ക് കാലങ്ങളായി അരി കൊടുത്തുകൊണ്ടിരുന്നതാണല്ലോ. ഭക്ഷ്യധാന്യങ്ങൾ ഇവിടുന്ന് പോയിക്കൊണ്ടിരുന്നത്. അതെ. പണ്ട് ഈ 71 പ്രത്യേകിച്ച് 71 പിന്നെ ബംഗ്ലാദേശ് വിമോചന സമരം നടക്കുന്ന കാലത്ത് ഇന്ത്യയിൽ നിന്ന് സ്ഥിരമായിട്ട് നമ്മുടെ പാറ്റ്നയിൽ നിന്ന് റൈസ് പോകുമായിരുന്നു. ട്രെയിനിലായിരുന്നു പോകുന്നത്. അന്നത്തെ ഒരു വാർത്ത വളരെ രസകരമാണ്. അന്ന് ഈ ഒരു ട്രെയിൻ നിറച്ച് അരി കയറ്റി അയച്ചു. അപ്പോൾ അരി കയറ്റി അയച്ച വാർത്ത ഇങ്ങനെ ടെലിപ്രിന്ററിൽ വരും. അന്ന് TP ആണല്ലോ. അന്ന് UNIPTI ടെക്കുകൾ നോക്കിയാണ് UNIPTI ആണ് പത്രാവശ്യങ്ങൾക്ക് ഈ ഏജൻസി വാർത്തകൾ അയക്കുന്നത്. അത് ടെലിപ്രിന്ററിൽ ഇങ്ങനെ ടക്ക് 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 ഒരു വാർത്ത വന്നിങ്ങനെ റോളായിട്ട് വന്നുകൊണ്ടിരിക്കും. അത് ഈ ലേറ്റ് ന്യൂസ് ആയിട്ട് ഫ്ലാഷ് അടിച്ച് ഇങ്ങനെ ഒരു വാർത്ത വന്നു. രാത്രി നൈറ്റ് എഡിറ്റർ ആയിരിക്കും നോക്കുന്നത്. അപ്പോൾ ഒരു നൈറ്റ് ഡ്യൂട്ടി ഉണ്ടായിരുന്ന മലയാളത്തിലെ ഒരു പ്രമുഖ പത്രത്തിൽ ഇതിങ്ങനെ വരുമ്പോൾ അവരുടെ ടെലിപ്രിന്ററിന് ഒരു ദോഷം ഉണ്ടായിരുന്നു. അതിൽ 6 എന്ന അക്ഷരം തെളിയില്ല. അപ്പോൾ ഇതിങ്ങനെ അടിച്ചു വന്നപ്പോൾ ഐസ് എന്നാണ് റൈസ് പോയി. ഐസായി. അപ്പോൾ ഒരു ട്രെയിൻ നിറയെ ഐസ് ബംഗ്ലാദേശിലേക്ക് അയക്കുന്നു. ബംഗ്ലാദേശ് മത്സ്യബന്ധനമൊക്കെ ഉള്ള സ്ഥലമല്ലേ, ധാരാളം ഐസ് വേണ്ടുന്നതായിരിക്കും യുക്തി പോയത്. അദ്ദേഹം പെട്ടെന്ന് തന്നെ ഒരു ട്രെയിൻ നിറയെ ഐസ് പാറ്റ്നയിൽ നിന്ന് ഡാക്കയിലേക്ക് പുറപ്പെട്ടു. പത്രത്തിൻ്റെ 1-ാം പുറത്ത് ഡാക്ക വാർത്തയുണ്ട്. അന്നത്തെ യുദ്ധകാലമൊക്കെ ആണല്ലോ. ഒന്നാം പേജിൽ സിംഗിൾ കോളം നടന്ന ഒരു ട്രെയിൻ ഐസ് പോകുന്നു. രാവിലെ വായിച്ചവരാണ് ഐസ് അങ്ങനെ ട്രെയിനിൽ കയറ്റി വലിയ യുക്തിഭംഗമായി. അതുപോലെ ആ സബ് എഡിറ്ററുടെ ഒരു ബ്ലണ്ടറായിട്ട് ജേർണലിസം ക്ലാസ്സുകൾ ഞങ്ങൾ പറയാറുണ്ട്, പരിഭാഷപ്പെടുത്തുന്നതിനിടയിൽ സംഭവിക്കുന്നത്. ഇതേ സമാനമായ ഒരു തിരുവനന്തപുരം പത്രത്തിനും ഇതുപോലെ പണ്ടൊരു അബദ്ധം പറ്റിയത് വളരെ കുപ്രസിദ്ധമാണ്. ഉറങ്ങിക്കിടന്നവർ ഒഴുകിപ്പോയ കാര്യം. അത് ദക്ഷിണാഫ്രിക്കയിലെ മറ്റാണല്ലേ? അതല്ല, ചെന്നൈ പിന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത് അടുക്കി വെച്ചിരുന്ന സ്ലീപ്പേഴ്സ് ഉണ്ട്. അത് വെള്ളപ്പൊക്കത്തിൽ ഒഴുകിപ്പോയി. അന്ന് പെട്ടെന്നൊരു പിന്നെ ലൈറ്റനിങ് ഫ്ലഡ് വന്ന് ചെന്നൈയിൽ മിന്നൽ പ്രളയം വന്നപ്പോൾ ഈ തടി കഷ്ണങ്ങളെല്ലാം ഒഴുകിപ്പോയി. അങ്ങനെ 2000 സ്ലീപ്പേഴ്സ് വാഷ്ഡ് അവേ ആയിരുന്നു. അപ്പോൾ അത് ഈ രാത്രി TP വന്നാണ്, ടെലിപ്രിന്റർ വന്നാണ്. പെട്ടെന്ന് ബെല്ലടിക്കും. അന്ന് ടെലിപ്രിന്ററിൽ പ്രധാന വാർത്ത വരുമ്പോൾ ഒരു ഞാനൊക്കെ പത്രത്തിൽ ചേരുമ്പോൾ ടെലിപ്രിന്റർ വിടവാങ്ങിയ വർഷത്താണ് ഞാൻ വരുന്നത്. അപ്പോഴേക്കും നമ്മുടെ പഴയ ഓഫീസിൽ, അതെ നമ്മുടെ പഴയ പത്രത്തിലെ കഥയാണ് സാർ പറയുന്നത്. അത് ഞാൻ വരുമ്പോൾ, ഞാൻ കൗമുദിയിൽ ജോയിൻ ചെയ്യുമ്പോൾ TP എടുത്ത് മൂലയ്ക്ക് വെച്ച സമയത്താണ് ഞാൻ ജോയിൻ ചെയ്തത്.
അപ്പോൾ ഇത് TPക്ക് വരും ഫാക്സായി. പിന്നെ അത് ഇപ്പം വീണ്ടും എല്ലാം മാറിയല്ലോ സങ്കേതം. അപ്പോൾ ഈ സംഗതി ഈ 2000 sleepers have been flown away എന്ന് ഇതിങ്ങനെ അടിച്ചു വന്നപ്പോൾ ഈ സബ് എഡിറ്റർ ഉറക്കത്തിൽ നിന്ന് മണിയുടെ കേട്ട് എഡിറ്റ് നോക്കി. MS മണിസ്വാമി എന്ന് പറയുന്നൊരു സബ് എഡിറ്റർ. MS മണി സാറല്ല, ചീഫ് എഡിറ്റർ അല്ല. അദ്ദേഹം ആ സമയത്തൊന്നും പത്ര ഓഫീസിലൊന്നും ഉണ്ടാവുകയും. അപ്പോൾ ഒരു നൈറ്റ് ഡ്യൂട്ടി ഉണ്ടായിരുന്ന ഒരു ബ്രില്യൻ ന്യൂസ് ജേർണലിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. അദ്ദേഹം ഡോക്ടർ MS ശാസ്ത്രിയുടെ ബ്രദറായിരുന്നു. വളരെ സ്കോളർലി ആയിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. പെട്ടെന്ന് ഈ ഉറക്കത്തിൽ സ്ലീപ്പേഴ്സ് 2000 ഒഴുകി പോവല്ലേ, ഫ്രണ്ട് പേയിന്ന് അദ്ദേഹം ഒരു 2 കോളം വാർത്ത വേണ്ടി സ്റ്റോപ്പ് പ്രസ്സിൽ ഇതങ്ങടിച്ചു. ഉറങ്ങിക്കിടന്ന 2000 ആളുകൾ ഒഴുകിപ്പോയി ചെന്നൈയിൽ. അതിഭീകരമായ, രാവിലെ വലിയ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുമെന്നൊക്കെ ആയിരുന്നു പുള്ളി കരുതിയത്. ഇത് ട്രിവാൻഡ്രം എഡിഷൻ മാത്രമേ വന്നുള്ളൂ. നന്നായി അല്ലേ, ലൈറ്റ് സിറ്റി എഡിഷൻ ആയിരുന്നു, ട്രിവാൻഡ്രത്ത് മാത്രമേ വന്നുള്ളൂ. അതേസമയത്ത് അത് ജേർണലിസം ക്ലാസ്സിൽ ഈ 2 സംഭവങ്ങളും ബ്ലണ്ടേഴ്സ് മാതൃഭൂമിയല്ലേ. അപ്പോൾ കൗമുദിയുടെ പേര് മാത്രം പറയുമ്പോൾ മറ്റത് പറയാതിരിക്കുന്നത് മോശമാണ്. ശരിയാണ്. അതെ. അപ്പോൾ ആർക്കും അങ്ങനെ സംഭവിക്കാം. പിന്നല്ല, തീർച്ചയായിട്ടും പറ്റും. അതൊക്കെ സംഭവിക്കാമെന്ന്. ഒന്നാമത് രാത്രി 1 മണി 2 മണിക്കൊക്കെ ഇരിക്കുമ്പോൾ പകുതി നമ്മളെല്ലാം ഇരുന്നിട്ടുണ്ടല്ലോ, രാത്രി ലൈറ്റ് സിറ്റി എഡിഷൻ വരുന്ന സമയത്ത് പകുതി ഉറക്കത്തിലായിരിക്കും. TPയുടെ മണിയടി എടുക്കും, ഇംഗ്ലീഷിലാണ് വരുന്നത്. അത് അപ്പം നോക്കി ട്രാൻസ്ലേറ്റ് ചെയ്യണം പ്രസ്സിലേക്ക് പോകുന്നതിന് മുമ്പ്. മാത്രമല്ല ഇന്നത്തെ പോലെ അല്ലല്ലോ, അന്ന് നമ്മൾ എടുത്തിട്ട് വെരിഫൈ ചെയ്യാനോ സമയമില്ല. അല്ല, അന്ന് വാർത്ത നമ്മൾ എഴുതണം, പിന്നെ അത് അച്ചുപെറുക്കി കമ്പോസ് ചെയ്യണം, അത് കഴിഞ്ഞ് ഫിലിം എടുക്കണം, ബട്ടർ പേപ്പറിൽ എടുക്കണം, വെട്ടി ഒട്ടിക്കണം, ഇങ്ങനെ കുറേ പ്രോസസ്സുണ്ട്. അപ്പോൾ ഇത് കാസ്റ്റിംഗ് ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെയുള്ള ഇന്നൊന്നും വേണ്ട, നേരിട്ട് പേജ് അങ്ങ് പോവല്ലേ, അപ്പം തന്നെ ടൈപ്പ് ചെയ്യുന്നു, അപ്പം തന്നെ സാധനം പോകുന്നുണ്ട്. അത് 10-1 100 പണിയില്ല ഇപ്പോൾ. അപ്പോൾ ഭയങ്കര ഫാസ്റ്റ് ആയപ്പം നമുക്ക് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ ഒരുപാട് സമയമുണ്ട്. അന്ന് ഇല്ലായിരുന്നു. അന്നത്തെ മാധ്യമ പ്രവർത്തകരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അത് പരിമിതികൾക്കുള്ളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ വരുന്ന സമയത്ത് ഈ ടൈപ്പുകളുണ്ടല്ലോ, പെറുക്കി വെക്കുന്ന ടൈപ്പുകൾ ഇങ്ങനെ കാസ്റ്റ് ചെയ്ത് വരുന്ന സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു. അത് പിന്നീട് ഞങ്ങളൊക്കെ വരുമ്പോൾ ലിനോ ടൈപ്പായി. അതിനെ ടൈപ്പ് ചെയ്യുന്ന പോലെ അടിച്ചു വരുമ്പോൾ ഓരോ വരി അടിച്ചു വീഴും. അത് ഞാൻ കണ്ടിട്ടില്ല. ആ സമയമാണ് ഞങ്ങൾ വരുന്നത്, അതായത് 79-80. അവിടെ നിന്നും കുറേ കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടാണ് പെട്ടെന്ന് തന്നെ. പിന്നെ ഒന്നും വേണ്ടല്ലോ, ഇപ്പോൾ വാട്സപ്പും എല്ലാം വന്നപ്പോൾ, ഗൂഗിൾ ടൈപ്പ് റൈറ്റിംഗ് വന്നപ്പോൾ DTP പോലും വേണ്ട. നമുക്ക് എവിടെ നിന്നും ഒരു റിപ്പോർട്ടർക്ക് അയാൾ ഇവിടുന്ന് വന്നിട്ട് പെരുമ്പാവൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യണം, അവിടുന്ന് സ്റ്റോറി അപ്പം തന്നെ ടൈപ്പ് ചെയ്ത് സ്മാർട്ട് ഫോണിലേക്കാണ്. പണ്ട് അവിടുന്ന് വാർത്ത എടുത്തിട്ട് നമ്മൾ നേരെ ഓഫീസിൽ വരുന്നു, പിന്നെ അവിടെ നിന്ന് എഴുതുന്നു, അത് കഴിഞ്ഞ് DTP എടുക്കുന്നു. ഇപ്പോൾ വാർത്തയും ചിത്രവും ടെക്സ്റ്റും മെസ്സേജും നിമിഷം പ്രതി ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നും കിട്ടും, അയക്കാൻ പറ്റും, കിട്ടുകയും ചെയ്യും. അങ്ങനെ മാറി. അക്കാലത്തുണ്ടായ ചില തമാശകളാണ്. അപ്പോൾ നമ്മൾ ഈ ബംഗ്ലാദേശിൻ്റെ അരി പറഞ്ഞപ്പോൾ, ബംഗ്ലാദേശും ഡാക്കയും ഒക്കെ വന്നപ്പോൾ, അപ്പോൾ ബംഗ്ലാദേശിന് അരി എത്തി. അരി അയസാകാതിരിക്കട്ടെ. അതെ. അല്ലെ, അരിയെത്തി എന്ന് പറഞ്ഞാൽ വേറെ, ഈ തിരുവിതാംകൂർ ഭാഗത്തൊക്കെ അരിയെത്തുക എന്ന് പറഞ്ഞാൽ അവന്റെ അരിയെത്തി എന്ന് പറഞ്ഞാൽ അവന്റെ അവസാനമായി. അതെ, വായ്ക്കരിയാണ്. അപ്പോൾ ബംഗ്ലാദേശിന് അരി എത്താനുള്ള എല്ലാ സാഹചര്യങ്ങളും തെളിഞ്ഞു വരുന്നുണ്ട്. അരാക്കൻ ആർമി 270 കിലോമീറ്ററിലേക്ക് കയറി എന്നാണ് പറയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.